ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടകരംഗത്ത് നിന്നുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും നാടകരംഗത്ത് നിന്നുള്ള ആളുകളാണ്. അതുപോലെ സന്തോഷ് കിരാറ്റൂര്, സുനിൽ സുഗത, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ബിറ്റോ ഡേവിസ്, മുഹമ്മദ് പേരാമ്പ്ര, കണ്ണൻ പട്ടാമ്പി, അങ്ങനെ ഒരുപാട് നിങ്ങളറിയുന്ന പ്രേക്ഷകർ അറിയുന്ന ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള പ്രാഥമികമായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വലിയ സിനിമ പ്രസ് മീറ്റിന് എത്തിയിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സൺസിനും എൻ്റെയും എൻ്റെ സിനിമയുടെ അമ്മകളുടെ ഭാഗത്തു നിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ അതിലും കൂടുതൽ ഈ സിനിമ റിലീസാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് മനോജേട്ടൻ. അപ്പോൾ മനോജേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വോയിഡ് വളരെ വലുതാണ്. സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും കുറച്ച് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആ സമയത്ത് അദ്ദേഹം ഉള്ള സമയത്ത് എന്താ പറയുക, ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു നമ്മളെ കൊണ്ട് നടന്നതും കാര്യങ്ങൾ സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും സിനിമ റിലീസാവുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണ് ഈ സിനിമയിൽ നിന്ന് ഇതുവരെയുള്ള എൻ്റെ പ്രൊഫൈൽ മറീന മൈക്കിളിന് വ്യത്യസ്തമായി ഈ സിനിമയിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തി തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു, നിന്റെ സിനിമയിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച് അതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നതിലൂടെ. പക്ഷെ എന്ത് പറ്റി? അപ്പം എടുത്ത് പറഞ്ഞു, അല്ല നിന്റെ ഫോട്ടോ വേറൊരാളെ പോലെ നമ്മൾ അതേ ആളാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ലുക്കിലൂടെ തന്നെയാണ് ഈ സിനിമ കുഞ്ഞാത്തുമായി എന്നിലേക്ക് എത്തിയത്. അപ്പം എൻ്റെ പ്രൊഫൈലിലേക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാത്തു. ഒരു ഒസാന്റെ മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളും ഇതിൽ അഭിനയിച്ച ആളുകൾ എല്ലാം നാടക രംഗത്തിൽ നിന്നുള്ള ആളുകളാണ്. മുഹമ്മദ് കലൻ, മുഹമ്മദ് പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ റോൾ ചെയ്ത ആൾക്കാരൊക്കെ ലെജൻസാണ്. എനിക്ക് വെരി ഫ്രാങ്ക്. ഒത്തിരി കാലങ്ങളായി നാടകത്തിൽ പരിശീലനമുള്ള ആളുകളാണ്. പിന്നെ അപ്പുണ്ണി ശശി, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ സുനിൽ സുനിൽ അങ്ങനെ ഒത്തിരി പാകിസ്ഥാനി ഒരുപാട് വലിയ ആളുകളുടെ കൂടെ സത്യത്തിൽ എനിക്ക് സ്ക്രീൻ പങ്കിടാൻ പറ്റിയ ഒരു നമ്മൾ പറയില്ലേ പഠനം എന്ന് പറയില്ലേ, അത് ഞാൻ ഒരു തിയേറ്ററിൽ ആക്ടിങ് ക്ലാസ്സിൽ പോകുന്നതിന് പകരം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ കോഴ്സ് എടുത്ത പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് മുഹമ്മദൊക്കെ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരുമായിരുന്നു നമുക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ. ശ്രീദേവത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെ ഈ മലബാർ ലഹളം കലാഹം അതെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ്, എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ ചേക്കു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന എൻ്റെ ഹീറോ ആണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഞാനുള്ള കോമ്പിനേഷൻ സീൻസും പിന്നെ അപ്പുണ്ണിച്ചേട്ടനൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അപ്പം കുഞ്ഞാത്തു എന്ന് പറഞ്ഞൊരാൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാത്തുവിനെ പോലെയുള്ള കുറെ കുഞ്ഞാത്തുകൾ ഉണ്ടാവുമായിരിക്കാം. ചിലപ്പോൾ ചേക്കുവിനെ പോലെയുള്ള കുറെ ആളുകളുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു ഫിക്ഷൻ ആൻഡ് റിയാലിറ്റിയോടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്, നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നതിലും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും. ആൻഡ് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം. ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ